ചിന്തനീയത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാവെന്നറിയപ്പെടുന്ന കമലഹാസനുമായി ഒരു ഇൻ്റർവ്യൂ ഞാൻ ടി വിയിൽ കണ്ടു. അവതാരക അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് സിനിമകൾ പരാജയപ്പെടുകയും പണനഷ്ടം ഒരുപാടുണ്ടാകുകയും സിനിമകളിലെ വിജയങ്ങൾ നഷ്ടമാകുകയൊക്കെ ചെയ്തപ്പോൾ സങ്കടം തോന്നിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നഷ്ടം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ അർത്ഥമാക്കുന്നത് എന്നിലേക്ക് തിരികെ വരാൻ ഒരു സാധ്യതയുമില്ലാതെ എന്നിൽ നകന്നുപോയ നഷ്ടങ്ങളെയാണ് ഞാൻ നഷ്ടങ്ങൾ എന്ന് കണക്കാക്കുന്നത്. ഉദാഹരണം, എൻ്റെ കറുത്ത മുടി, ചുളിവില്ലാത്ത എൻ്റെ ത്വക്ക്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എന്നിൽ നിന്നും വിട്ടുപോയ സ്നേഹമുള്ളവർ, പ്രിയമുള്ളവർ. സിനിമയോ പണമോ പരാജയമോ ഒന്നും ഒരു നഷ്ടമല്ല. കാരണം പരാജയപ്പെട്ടാൽ വിജയമായി അതെന്നിലേക്ക് തിരികെ വരും. പണം നഷ്ടപ്പെട്ടാൽ അത് ഇരട്ടിയായോ അതിനു മേലെയായോ എന്നിലേക്ക് തിരികെ വരും. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ആ ചിന്താശകലത്തിൽ നിന്നും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്, ജീവിതം വളരെ ഹ്രസ്വമാണ്. അതുകൊണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള പലതുമാണ് നമുക്ക് ഏറ്റവും വിലയുള്ളത്. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതെ നമുക്കും ചേർത്ത് പിടിക്കാം. നല്ല സൗഹൃദങ്ങൾ, നല്ല സ്നേഹബന്ധങ്ങൾ ഒരിക്കലും അകന്നു പോകില്ല എന്ന് കരുതുന്ന ബന്ധങ്ങൾ പോലും അകന്നു പോകുമ്പോൾ നമുക്കൊരുമിച്ച് സ്നേഹത്തിലേക്ക് തിരികെ വരാം. നഷ്ടപ്പെടാതിരിക്കട്ടെ സ്നേഹത്തിൻ്റെ നല്ല അനുഭവങ്ങൾ.